ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നത്തെ വീഡിയോ SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് വരാറുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ തരും? ഒരു ഡയറക്റ്റ് സ്പീച്ച് തരും, 2 ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ തരും. അവർ തമ്മിലുള്ള ഡയറക്റ്റ് കോൺവെർസേഷനിനെ 2 ആൾക്കാർ തമ്മിൽ ഡയറക്റ്റായിട്ട് സംഭാഷണം നടത്തുന്നതിനെ മറ്റൊരാളിലേക്ക് ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറയാറുള്ളത്. 2 പേര് തമ്മിൽ സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേട്ടിട്ട് ആ ആൾ മറ്റൊരാളുമായിട്ട് അത് കൺവേ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സിൻ്റെയൊക്കെ പോലെ. ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സൊക്കെ അല്ലെങ്കിൽ മീഡിയ റിപ്പോർട്ടേഴ്സൊക്കെ ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവം അതേപോലെ കണ്ടിട്ട് എന്ത് ചെയ്യും? അത് ന്യൂസ് ചാനലിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യും. സെയിം ലൈക്ക് അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. 2 ആൾക്കാർ തമ്മിലുള്ള ഡയറക്റ്റ് കോൺവെർസേഷനെ ഇൻഡയറക്റ്റിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക. റിപ്പോർട്ടഡ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ സ്പീച്ചിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡയറക്റ്റ് സ്പീച്ചിൽ ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും 2 ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ 2 പേര് തമ്മിലൊരു ആരൊക്കെയാണ് ആ 2 പേര് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ ബോയുടെ അടുത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനൊരു റിപ്ലൈയുമാണ്, ബോയുടെ ഒരു റിപ്ലൈയുമാണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിലെങ്കിൽ നമ്മളവിടെ എന്താ എഴുതുക? ആരോട് ചോദിച്ചു എന്നുള്ള ഭാഗം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദി ബോയ് അല്ലേ. ഗ്രാൻഡ് ഫാദർ ബോയിനോട് ചോദിച്ചു. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു. എന്താണ്? ചിലപ്പം ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പം റിപ്ലൈ ആയിരിക്കാം, ചിലപ്പം വല്ല അഡ്വൈസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ട് മാറ്റം വരും. ഓക്കെ, അടുത്തത് അനുയോജ്യമായ ലിങ്കിങ് വേർഡ് കൊടുക്കുക. ആരോട് ചോദിച്ചു എന്ന് എഴുതിയതിന് ശേഷം അതിന് ഓരോ സെൻറ്റൻസിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിങ്കിങ് വേർഡ് ഉണ്ട്, നമുക്കത് പഠിക്കണം കേട്ടോ. അടുത്തത് ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതുക. ഡയറക്റ്റ് സ്പീച്ചിലുള്ള സബ്ജക്റ്റ് എടുത്ത് എഴുതുക. അടുത്തത് സെൻറ്റൻസിൽ തന്നിരിക്കുന്ന, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക. ചില സെൻറ്റൻസിൽ ഓക്സിലറി വേർബും മെയിൻ വേർബും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിലറി വേർബിനെ മാത്രം മാറ്റിയാൽ മതി, മെയിൻ വേർബിനെ മാറ്റേണ്ട ആവശ്യമില്ല. മെയിൻ വേർബിനെ അതേപോലെ എടുത്തെഴുതാം. അപ്പോൾ ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ മാറ്റുക. മെയിൻ വേർബ് മാത്രമേ ഉള്ളൂ എങ്കിൽ മെയിൻ വേർബിനെ തന്നെ മാറ്റുക. ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെയാണ് 4ാമത്തെ സെൻറ്റൻസിൽ നാലാമത്തെ സ്റ്റെപ്പിൽ മാറ്റുക. ഓക്കെ, 5ാമത്തേത് മറ്റ് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുക. എന്തൊക്കെയാണ് മറ്റ് അനുയോജ്യമായ മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? എക്സാമ്പിളിലൂടെ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് റൂൾസുകളുണ്ട്, അതാദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സെൻറ്റൻസിനനുസരിച്ചിട്ട് റിപ്പോർട്ടിംഗ് വേർബിലും ലിങ്കിങ് വേർഡിലുമൊക്കെ ചേഞ്ചസ് വരും. അതായത് സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് റിപ്പോർട്ടിംഗ് വെർബിലും ചേഞ്ചസ് വരിക. എന്താണ് റിപ്പോർട്ടിംഗ് വെർബ്? നേരത്തെ പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദി ബോയ് എന്നല്ലേ. ആരോട് ചോദിച്ചു എന്നുള്ളതാണ്. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് അല്ലേ, ദ ബോയിനോട് ചോദിച്ചു എന്നുള്ള ഒരു മീനിങ് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ അതിനെയാണ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. അതായത് ആസ്ക്ഡ് എന്നുള്ളതാണ് അവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ ബോയിനോട് ചോദിച്ചു, അതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്ന് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അതാണ് പറയുന്നത്, സെൻറ്റൻസിനനുസരിച്ചിട്ട് റിപ്പോർട്ടിംഗ് വെർബിൽ ചേഞ്ച് വരും. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാനായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ, സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് സെഡ് ഓർ ടോൾഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് കൊടുക്കണം.
ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ് ഓർ എൻക്വയർഡ് എന്ന് കൊടുക്കാം. റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് കൊടുക്കാം. കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ് കൊടുക്കാം. ഒരു അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ്ഡ് കൊടുക്കാം. ഒരു സജഷൻ, ഒരു ലെറ്റ് എന്നൊക്കെ തുടങ്ങുന്ന ഒരു സെൻറ്റൻസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സജസ്റ്റഡ് എന്ന് കൊടുക്കാം. അതുപോലെ ഒരു റിപ്ലൈ, ഒരു മറുപടി ആണെങ്കിൽ നമുക്കവിടെ റിപ്ലൈഡ് എന്ന് കൊടുക്കാം. അപ്പോൾ സെൻറ്റൻസിനനുസരിച്ചിട്ടാണ് റിപ്പോർട്ടിംഗ് വേർബിലും ചേഞ്ചസ് വരിക. അതേപോലെ തന്നെയാണ് സെൻറ്റൻസിനനുസരിച്ചിട്ട് തന്നെയാണ് ലിങ്കിങ് വേർഡിലും എന്ത് വരിക, ചേഞ്ചസ് വരിക. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ലിങ്കിങ് വേർഡ് ദാറ്റ് കൊടുക്കണം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ സെയിം WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെ കൊടുക്കണം. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ വാട്ട്, WH വാട്ടാണ് അവിടുത്തെ എന്ത് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ ആ വാട്ട് തന്നെയാണ് ഇവിടെ ലിങ്കിങ് വേർഡായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ WH ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളത് എങ്കിൽ സെയിം ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ കൊടുക്കേണ്ടത്. അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ഇഫ് ഓർ വെദർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതിൻ്റെ ആൻസർ ഒന്നല്ലെങ്കിൽ എസ്സിൽ വരാം, അല്ലെങ്കിൽ നോയിൽ വരാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡൂയിൽ തുടങ്ങുന്നതായിരിക്കാം. അല്ലെ, ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അങ്ങനെ അത്തരം സെൻറ്റൻസിലാണ് അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ഇഫ് ഓർ വെദർ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തതൊരു സജഷൻ ആണ് നമുക്ക് ഡയറക്റ്റിലേക്ക് മാറ്റേണ്ടതെങ്കിൽ അവിടെ ലിങ്കിങ് വേർഡായിട്ട് ദാറ്റ് കൊടുക്കണം. പിന്നെ ഒരു റിക്വസ്റ്റ് ഓർ കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ടു ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, 2+V1 ഒക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ റിപ്പോർട്ടിംഗ് വേർബ്, അതായത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡയറക്റ്റ് സ്പീച്ച് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റിലേക്ക് മാറ്റുക. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു എക്സാമ്പിൾ നോക്കൂ. അനുഗ്രഹവും അർജുനും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അർജുൻ്റെത് ഇവിടെ കൊടുത്തിട്ടില്ല. നോക്കൂ, അനുഗ്രഹ അർജുനോട് ചോദിക്കുകയാണ്, വേർ ആർ യു ഗോയിങ്. ഈ ഡയറക്റ്റ് സ്പീച്ചിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, WH ക്വസ്റ്റ്യൻ വേർഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഈ സെൻറ്റൻസ് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഏത് റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കാം, ആസ്ക്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കാം. അനുഗ്രഹ് ആസ്ക്ഡ് അർജുൻ, ആരോട് ചോദിച്ചു എന്ന് കിട്ടി നമുക്ക് അല്ലേ. അതിനുശേഷം ലിങ്കിങ് വേർഡാണ് കൊടുക്കേണ്ടത്. WH ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ അതായത് WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിങ്കിങ് വേർഡ് സെയിം WH ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ WH ക്വസ്റ്റ്യൻ വേർ ആണ്. ഓക്കെ, വേർ ആണ്. ആ സെയിം നമുക്ക് ലിങ്കിങ് വേർഡായിട്ട് സെയിം ആ വേർ തന്നെ എടുത്തെഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എടുത്തെഴുതണമെന്ന് പഠിച്ചു. ഇവിടെ യു അല്ലേ, അനുഗ്രഹം യു എന്ന് ചോദിക്കുന്നത് ആരോടാണ്, അർജുനോടാണ്. അപ്പോൾ അർജുൻ ഒരു ബോയ് ആണ് അല്ലേ, ഒരാണാണ്. അതുകൊണ്ട് നമുക്കവിടെ ഹി എന്ന് ചേർക്കാം. വേർ ഹി, ഇവിടെ ഒരു ഗേൾ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഷീ ചേർക്കാം. പക്ഷേ ഇവിടെ ഒരു ബോയ് ആയതുകൊണ്ട് നമുക്കവിടെ പ്രൊനൗൺ ഹി കൊടുക്കാം. പിന്നെ അപ്പോൾ എന്തായി, ആരോട് ചോദിച്ചു, ലിങ്കിങ് വേർഡ് കൊടുത്തു, വേർഡിന് ശേഷം സബ്ജക്റ്റ് കൊടുത്തു, പിന്നെ ഓക്സിലറി വേർബ് അല്ലേ, ആറിനെ നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റിലേക്ക് ആർ എന്ന ഓക്സിലറി വേർബിൻ്റെ V2 ഫോം എന്താണ്, വേർ അല്ലേ. ആറിനെ വേറിലേക്ക് മാറ്റി ഗോയിങ്ങിന് ചേഞ്ച് ഒന്നുമില്ല, ഗോയിങ് തന്നെ കൊടുക്കുക. ഓക്കെ, അനുഗ്രഹ ആസ്ക്ഡ് അർജുൻ വേർ ഹി വേർ ഗോയിങ് എന്നായി. ഓക്കെ, നമ്മുടെ മെയിൻ വേർബുകൾക്ക് V1 V2 ഫോം ഉള്ളതുപോലെ തന്നെ ഓക്സിലറി വേർബിനും ഉണ്ട് എന്ത്, V1 V2 ഫോം. ഈസ് ആം ആറിൻ്റെ V2 ഫോം എന്താണ്, വാസ് വേർ. ഓക്കെ, അടുത്തത് ഡു ഡസ് എന്താവും, ഡിഡ് ആവും. പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഡിഡ് ആവും. ഹാസ് ഹാവ് ഹാഡ് ആവും. വില്ല് വുഡ് ആവും. ഷാൾ ഷുഡ് ആവും. ക്യാൻ കുഡ് ആവും. മേ മൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ഇത്, പാസ്റ്റ് ടെൻസ് ഇത്. ഓക്കെ,
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബോക്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് തരുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ വെർബ് V1 ഫോമിലാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ വെർബിൻ്റെ V2 ഫോം കൊടുക്കണം. വെർബ് അതുപോലെ ഡയറക്റ്റ് സ്പീച്ച് V2 ഫോമിലാണ് വെർബെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് V3 ആക്കി കൊടുക്കണം. അതുപോലെ ഈസ്, ആം, ആർ പ്ലസ് ING ഫോമിലാണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ വെർബിൻ്റെ ഫോമുള്ളതെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ വാസ്, വേർ പ്ലസ് ING ഫോമിലേക്കാക്കി മാറ്റണം. അതുപോലെ വാസ്, വേർ പ്ലസ് ING ഫോമിലാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ള വെർബെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് ബീൻ പ്ലസ് ING ഫോം ആകും. അടുത്തത് എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സെയിം അതേപോലെ ഹാഡ് പ്ലസ് V3 തന്നെ ആയിരിക്കും നമുക്ക് നമ്മളുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കും സെയിം അത് തന്നെ കൊടുക്കാം. പിന്നെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ആണെങ്കിൽ ഹാസും ഹാവും ഹാഡ് ആവും. അപ്പോൾ ഹാസ് ബീനും ഹാവ് ബീനും നമുക്ക് എന്താക്കാം? ഹാഡ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം കൊടുക്കുക. അതുപോലെ ഹാഡ് ബീൻ പ്ലസ് ING ഫോം ആണെങ്കിൽ മാറ്റമില്ല, ഹാഡ് ബീൻ പ്ലസ് ING ഫോം അതുപോലെ തന്നെ ഇൻഡയറക്റ്റിലും കൊടുക്കാം. പിന്നെ വിൽ, ഷാൾ, ക്യാൻ, മേ ഈ തന്നിട്ടുള്ള ഏതെങ്കിലുമാണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളതെങ്കിൽ വില്ല് വുഡാവും, ഷാൾ ഷുഡാവും, ക്യാൻ കുഡാവും, മേ മൈറ്റാവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ദിസ് എന്നുള്ളത് ദാറ്റ് ആവും, ദീസ് ദോസ് ആവും. ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് ആറ്റുമ്പോൾ ദാറ്റ് ആക്കും. ദീസ് ആണെങ്കിൽ ദോസ് ആവും. ഹിയർ ആണെങ്കിൽ ദെയർ ആവും. നൗ ദെൻ ആവും. ടുഡേ ദാറ്റ് ഡേ ആവും. ടുനൈറ്റ് ദെൻ ദാറ്റ് നൈറ്റ് ആവും. ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ ആവും. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും. ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് എന്താവും? ദ നൈറ്റ് ബിഫോർ എന്നാവും. എഗോ എന്നുള്ളത് ബിഫോർ എന്നാവും. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഈ ബോക്സും പഠിച്ച് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. റീഡ് ദി ഫോളോയിങ് ഡയലോഗ്. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക അല്ലേ. എന്താണ്? ഫ്രണ്ടും വാങ്കയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ്? വൈ ആർ യു ക്രൈയിങ് അല്ലേ. വൈ ആർ യു ക്രൈയിങ് എന്ന് വാങ്കയുടെ അടുത്ത് ചോദിക്കുമ്പോൾ വാങ്ക അവിടെ റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്? മൈ മാസ്റ്റർ ഹാസ് ബീറ്റൻ മീ വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ് അല്ലേ. സ്റ്റിറപ്പ് സ്ട്രാപ്പിനെ കൊണ്ട് എന്നെ അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് വാങ്ക റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്? എന്താ നമ്മൾ പഠിച്ചത്? ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു. ഇവിടെ ഫ്രണ്ട് വാങ്കയോടാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് ആസ്ക്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ആസ്ക്ഡ് അല്ലേ. ഫ്രണ്ട് ആസ്ക്ഡ് ഫ്രണ്ട് ആസ്ക്ഡ് വാങ്കയോടാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ആരോട് ചോദിച്ചു. അടുത്തത് എന്താണ്? അതിനുശേഷം ലിങ്കിങ് വേർഡ് കൊടുക്കുക. സെൻറ്റൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിങ്കിങ് വേർഡ് കൊടുക്കുക. ഇവിടെ എന്താണ്? നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. WH ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ WH ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചു അതിനെ ഡയറക്റ്റ് അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലിങ്കിങ് വേർഡായിട്ട് സെയിം ക്വസ്റ്റ്യൻ വേർഡ് തന്നെ എടുത്തെഴുതണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വൈ തന്നെ എടുത്തെഴുതാം, വൈ. ദെൻ ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതണം. അതായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. യു എന്ന് പറയുന്നത് ഫ്രണ്ട് വാങ്കയോടാണ് ചോദിക്കുന്നത്. വാങ്ക ഒരു ബോയ് ആണ്. സോ നമുക്ക് യുവിനെ നമുക്ക് എന്താക്കാം? ഹീ എന്ന് പ്രൊനൗൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആരോട് ചോദിച്ചു, ലിങ്കിങ് വേർഡ് വൈ കൊടുത്തു, ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റും കൊടുത്തു. അടുത്തത് എന്താണ്? ഓക്സിലറി വേർബ് എന്ന ആറിനെ നമ്മൾ എന്താക്കി മാറ്റും? വാസിലേക്ക് മാറ്റും. വാസ് ആവും. ഓക്കെ, V2 ഫോമിലേക്ക് കൊണ്ടുവരും. ക്രൈയിങ്ങിന് മാറ്റമൊന്നുമില്ല. ക്രൈയിങ് അതുപോലെ സെയിം അതുപോലെ എടുത്തെഴുതാം. ക്വസ്റ്റ്യൻ വേർഡ് അല്ല, ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ആവശ്യമില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തത്. അടുത്തത് നോക്കൂ, വാങ്കയുടെ റിപ്ലൈനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും നോക്കാം. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. വാങ്ക
റിപ്ലൈഡ് അല്ലേ, വാങ്കയുടെ മറുപടിയാണ്, വാങ്കയുടെ ഒരു മറുപടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് റിപ്ലൈഡ് എന്ന് കൊടുക്കാം. റിപ്ലൈഡ്. ഓക്കെ, വാങ്കയുടെ റിപ്ലൈ ആണല്ലോ, മറുപടിയാണ്. അപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് റിപ്ലൈഡ് എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫുൾ മീനിങ് ഉള്ള ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ റിപ്ലൈകളും ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. എല്ലാ റിപ്ലൈകളും സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ റിപ്ലൈക്കൊക്കെ നമ്മൾക്ക് ലിങ്കിങ് വേർഡായിട്ട് എന്ത് കൊടുക്കാം, ദാറ്റ് കൊടുക്കാം. ഓക്കെ, എല്ലാ റിപ്ലൈകളും സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ലിങ്കിങ് വേർഡ് ദാറ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലിങ്കിങ് വേർഡും കൊടുത്തു. ആര് റിപ്ലൈ ചെയ്തു, വാങ്ക റിപ്ലൈ ചെയ്തു. ലിങ്കിങ് വേർഡ് ദാറ്റ് കൊടുത്തു, കാരണം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു റിപ്ലൈ ആണ്. റിപ്ലൈക്ക് ലിങ്കിങ് വേർഡ് കൊടുക്കുക ദാറ്റ് ആണ്. ഓക്കെ, ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് കൊടുക്കണം. ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ഇവിടെ സബ്ജക്റ്റ് മൈ മാസ്റ്റർ അല്ലേ, നമ്മളുടെ വാങ്കയുടെ മാസ്റ്ററാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതപ്പോൾ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൈ എന്നുള്ളത് എന്താവും, ഹിസ് ആവും അല്ലേ, നമ്മുടെ വാങ്കയുടെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം, മൈ എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹിസ് എന്നാക്കണം. ഹിസ് മാസ്റ്റർ, അവൻ്റെ മാസ്റ്റർ എന്നാക്കണം. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്, ഹിസ് മാസ്റ്റർ. ഓക്കെ, ഹിസ് മാസ്റ്റർ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഹാസ് ബീറ്റൺ മീ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസിനെ എന്താണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാസും ഹാവും എന്തായി മാറും, ഹാഡായി മാറും. അപ്പോൾ ഹാസിനെ ഹാഡാക്കണം, ബീറ്റൻക്ക് ചേഞ്ച് ഒന്നുമില്ല, ഹാഡ് ബീറ്റൺ സെയിം അതുപോലെ എടുത്തെഴുതാം. പിന്നെ മീ എന്താവും, മീ എന്നുള്ളത് ഹിം ആവും അല്ലേ, ഹിം ആവും, മീ എന്നുള്ളത് ഹിം ആവും വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ്, അതിലും ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താവും, നമ്മൾ വാങ്കയുടെ റിപ്ലൈനെ നമ്മൾ ചേഞ്ച് ആക്കി റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തായി, വാങ്ക റിപ്ലൈഡ് ദാറ്റ് ഹിസ് മാസ്റ്റർ ഹാഡ് ബീൻ ഹിം വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. റിപ്പോർട്ട് ദി ഫോളോയിങ് ഡയലോഗ്. മിസ്റ്റർ ജോൺ, ഡു യു റിമെമ്പർ മീ നൗ അല്ലേ, മിസ്റ്റർ ജോണ് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഡു യു റിമെമ്പർ മീ നൗ. ഓക്കെ, അപ്പോൾ എന്താ ഡോക്ടർ എന്ത് റിപ്ലൈ ചെയ്യുന്നു, ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഹാവ് എവർ മെറ്റ് യു ബിഫോർ അല്ലേ. അപ്പോൾ ഡോക്ടർ റിപ്ലൈ ചെയ്യുന്നു, എനിക്ക് എന്താ ഓർക്കാൻ കഴിയുന്നില്ല അല്ലേ, മുന്നേ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയിൽ വരുന്നില്ല എന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട് ആര്, ഡോക്ടർ ക്രോണിൻ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്താലോ. നോക്കൂ, ആരോട് ചോദിച്ചു, അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് അല്ലേ, മിസ്റ്റർ ജോണ് ക്രോണിൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യമാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കി, ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് അല്ലേ, പിന്നെ ഓക്സിലറി വേർബിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡു യു എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയും. ഇവിടെ ഡോക്ടർ യെസ് നോ അല്ല പറഞ്ഞിട്ടുള്ളത്, എന്താ പറഞ്ഞിട്ടുള്ളത്, എനിക്കിതിന് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും നമുക്കിത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എങ്ങനെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, അതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. പിന്നെ ഒരു ഓക്സിലറി വേർബിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയായിരിക്കും, WH ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും. അപ്പോൾ ഡു യു അവിടെ ഒരു ക്വസ്റ്റ്യൻ ഓക്സിലറി വേർബാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഡു യു എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ റിപ്പോർട്ട് ചെയ്യും, മിസ്റ്റർ ജോൺ ക്രോണിൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ. പിന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എഴുതി ആരോട് ചോദിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ലിങ്കിങ് വേർഡ് കൊടുക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലിങ്കിങ് വേർഡ് ഈഫ് ഓർ വെദർ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈഫ് കൊടുത്തു. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ ഈഫ്, ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതണം. ഇവിടെ സബ്ജക്റ്റ് എന്താണ്, യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ യു എന്ന് പറയുന്നത് ഇവിടെ ആരോടാണ് ചോദിക്കുന്നത്, ക്രോണിൻ്റെ അടുത്താണ്. അപ്പോൾ ഡോക്ടർ ക്രോണിൻ ഒരു ആണാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, ഹീ, പ്രൊനൗൺ ഹീ കൊടുക്കാം, ഈഫ് ഹീ. പിന്നെ അടുത്തത് റിമെമ്പർ മീ എന്നുള്ളതാണ്. റിമെമ്പർ എന്നുള്ളത് എന്താണ്, V1 ഫോമാണ്, അതിൻ്റെ പാസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാം, റിമെമ്പേർഡ് അല്ലേ, എന്നല്ലെങ്കിൽ
ഒന്നല്ലെങ്കിൽ റിമെമ്പേർഡ് എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡു റിമെമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഡു യു റിമെമ്പർ. അപ്പോൾ ഡൂനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഡിലേക്ക് മാറ്റണം. ഡിഡ് റിമെമ്പർ എന്ന് എഴുതാം. ഒരുമിച്ച് ഡിഡ് പ്ലസ് റിമെമ്പർ ആണല്ലോ റിമെമ്പേർഡ്. അപ്പോൾ നമുക്ക് റിമെമ്പേർഡ് എന്നും എഴുതാം. അതല്ല നിങ്ങൾക്ക് ഡിഡ് റിമെമ്പർ എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഡിഡ് പ്ലസ് റിമെമ്പർ ആണ് റിമെമ്പേർഡ്. അപ്പോൾ എന്തായി, മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ ഇഫ് ഹി റിമെമ്പേർഡ്. മീ എന്താവും, ഹിം ആവും. ഓക്കെ, മീനെ ഹിം ആക്കി. നൗ എന്നുള്ളത് എന്താവും, ദെൻ എന്നാവും. നൗ ചേഞ്ച് ആയിട്ട് ദെൻ എന്നാവും. അപ്പോൾ മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ ക്രോണിൻ ഇഫ് ഹി റിമെമ്പേർഡ് ഹിം ദെൻ. അതാണ് ഈ മിസ്റ്റർ ജോണിൻ്റെ ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഡോക്ടർ ക്രോണിൻ്റെ റിപ്ലൈനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും നോക്കാം. ഡോക്ടർ ക്രോണിൻ അല്ലേ റിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് റിപ്ലൈഡ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ലിങ്കിങ് വേർഡ് എന്താ കൊടുക്കുക, നമ്മൾ പറഞ്ഞു എല്ലാ റിപ്ലൈകളും സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റുകൾക്കൊക്കെ നമ്മൾ എന്താണ് ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ് കൊടുക്കുക. അപ്പോൾ റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ലിങ്കിങ് വേർഡിന് ശേഷം പിന്നെ നമ്മൾ എന്താ കൊടുക്കുക, സബ്ജക്റ്റ് ആണ് കൊടുക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്, ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഐ ഡോക്ടർ ക്രോണിൻ ഒരു പുരുഷനായതുകൊണ്ട് നമുക്ക് ഐ എന്നുള്ളത് ഹീ ആക്കാം. ലിങ്കിങ് വേർഡിന് ശേഷം എന്ത് കൊടുത്തു, സബ്ജക്റ്റും കൊടുത്തു. ഓക്കെ, അടുത്തത് ഡോണ്ട് റിമെമ്പർ എന്നുള്ളതില്ലേ, ഡൂനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡൂനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും, ഡിഡ് ആവും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് എന്നുള്ളത് ഡിഡിൻറ്റ് എന്നാവും. ഡോണ്ട് ഡു പ്ലസ് നോട്ട് എന്നുള്ളത് ഡിഡ് പ്ലസ് നോട്ട് ആവും. ഡിഡിൻറ്റ് എന്നാവും. ഡിഡിൻറ്റ് റിമെമ്പർ എന്ന് എഴുതാം. റിമെമ്പറിന് ചേഞ്ച് വേണ്ട, ഡിഡിൻറ്റ് റിമെമ്പർ. നെക്സ്റ്റ് ഈഫ് അതേപോലെ എടുത്തെഴുതുക, ഈഫിന് ചേഞ്ച് ഇല്ല. പിന്നെന്താ, ഐ എന്തെഴുതുക, ഐ എന്നുള്ളത് ഹി ക്രോണിനാണല്ലോ. അപ്പോൾ ഐ എന്നുള്ളിടത്ത് ഹി എന്ന പ്രൊനൗൺ കൊടുക്കുക. പിന്നെ ഹാവും ഹാസും വന്നാൽ ഹാഡ് ആക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാവ് ഓർ ഹാസിനെ ഹാഡ് ആക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഫ് ഹി ഹാഡ് എവർ, സെയിം എവർ തന്നെ കൊടുക്കാം. എവർ മെറ്റ്. യുവിനെ നമ്മൾ ഹിം എന്ന് കൊടുക്കുക. ബിഫോർ സെയിം അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ എന്തായി, ഡോക്ടർ ക്രോണിൻ റിപ്ലൈഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് റിമെമ്പർ. ഡൂനെ ഡിഡ് ആക്കിയിട്ടോ, ഡിഡിൻറ്റ് റിമെമ്പർ. ഇഫിന് ചേഞ്ച് ഇല്ല. ഇഫ് ഹി ഹാഡ്, ഹാവിന് എന്ത് ചെയ്തു, ഹാഡ് ആക്കി മാറ്റി. ഹാഡ് എവർ മെറ്റ് ഹിം ബിഫോർ എന്നായി. ഓക്കെ, ഡു യു ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കൂ. റിപ്പോർട്ടിംഗ് ദി ഫോളോയിങ് കോൺവെർസേഷൻ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക അല്ലേ. യെസ്, മിസ്റ്റർ സ്മിത്തും മാർത്തയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. മിസ്റ്റർ സ്മിത്ത് ചോദിക്കുന്നുണ്ട്, ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നത്, വൈ ആർ യു സോ ഹാപ്പി അല്ലേ, എന്താണ് നീ ഇങ്ങനെ ഹാപ്പി, വൈ ആർ യു സോ ഹാപ്പി. അപ്പം അതിന് റിപ്ലൈ മാർത്ത എന്ത് കൊടുക്കുന്നു, ഐ ഗോട്ട് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. എന്താണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത്, മാർത്ത പറഞ്ഞു എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എത്തത് ആരോട് ചോദിച്ചു. ആരോടാണ് ചോദിക്കുന്നത്, മിസ്റ്റർ സ്മിത്ത് മാർത്തയുടെ അടുത്താണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് എന്ന് കൊടുക്കാം. മിസ്റ്റർ സ്മിത്ത് ആസ്ക്ഡ് മാർത്ത അല്ലേ. അതിനുശേഷം ആരോട് ചോദിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് ലിങ്കിങ് വേർഡ് എഴുതുക. ഇവിടെ ഒരു WH ക്വസ്റ്റ്യനിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, വൈ. അപ്പോൾ സെയിം വൈ തന്നെ നമുക്ക് ലിങ്കിങ് വേർഡായി കൊടുക്കാം. ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. യു എന്ന് ഉദ്ദേശിക്കുന്നത് മാർത്തയോടാണ് മിസ്റ്റർ സ്മിത്ത് ചോദിക്കുന്നത്. അപ്പോൾ മാർത്ത ഒരു കേളായതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് എഴുതാം, യുവിനെ ഷീ ആക്കാം. വൈ ഷീ. പിന്നെ ആർ എന്താവും, ആർ നമ്മൾ വാസ് ആക്കും. പിന്നെ ഹാപ്പി, സെയിം ഹാപ്പി തന്നെ. അപ്പോൾ മിസ്റ്റർ സ്മിത്ത് ആസ്ക്ഡ് മാർത്ത വൈ ഷീ വാസ് ഹാപ്പി. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ അല്ലേ. അടുത്തത് മാർത്തയുടെ റിപ്ലൈ ആണ്. മാർത്ത റിപ്ലൈ ചെയ്യുകയാണല്ലോ. അപ്പോൾ നമുക്ക് എന്താ അവിടെ റിപ്പോർട്ടിംഗ് വേർബ് റിപ്ലൈഡ് കൊടുക്കാം. മാർത്ത റിപ്ലൈഡ്. പിന്നെന്താ, എല്ലാ റിപ്ലൈകളും സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാർത്ത റിപ്ലൈഡ് ദാറ്റ്. ഇവിടുത്തെ ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് കൊടുക്കണം. ഇവിടെ ഈ ഡയറക്റ്റ് സ്പീച്ചിലെ സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്ന് ഉദ്ദേശിക്കുന്നത് മാർത്തയാണ്. അപ്പോൾ നമുക്കിവിടെ ഷീ കൊടുക്കാം, ഷീ. പിന്നെന്താണ്, അപ്പോൾ ഓക്കെ, ഐനെ നമ്മൾ ഷീ ആക്കി. ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് കൊടുത്തു.
ദെൻ ഗോട്ട് അല്ലേ, ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, V2 ഫോമാണ്. ഗോട്ട് V2 ഫോമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. V2 ഫോം വന്നാൽ ഹാഡ് പ്ലസ് V3 കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബോക്സ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഹാഡ് പ്ലസ് V3 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്തു, സബ്ജക്റ്റിന് ശേഷം ഹാഡ് പ്ലസ് V3, ഗോട്ടിൻ്റെ V3 ഫോം ഗോട്ടൺ കേട്ടോ. ഹാഡ് ഗോട്ടൺ. സെയിം ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് സെയിം അതുപോലെ എടുത്തെഴുതുക. അപ്പോൾ എന്തായി, മാർത്ത റിപ്ലൈഡ് ദാറ്റ് ഷീ ഹാഡ് ഗോട്ടൺ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഈ 5 സ്റ്റെപ്സ് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ ബോക്സും അതുപോലെ അതർ ചേഞ്ചസ് ഒക്കെ നന്നായിട്ട് നോക്കുക, എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും എന്താണ്, ഡയറക്റ്റ് സ്പീച്ചിൽ V1 V2 ഫോമാറ്റുകൾ വരുമ്പോൾ അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ബോക്സിലുണ്ട്. അതൊക്കെ വെർബിൽ വരുന്ന മാറ്റങ്ങളും ഓക്സിലറി വെർബിൽ വരുന്ന ചേഞ്ചസൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ ഉള്ള കാര്യങ്ങൾ, സ്ട്രക്ചർ, സ്റ്റെപ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.